പൂന്താനം ഇല്ലം കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 10 കിലോമീറ്റർ വടക്ക് മാറി കീഴാറ്റൂർ എന്ന ദേശത്താണ്. പൂന്താനം എന്ന ബ്രാഹ്മണൻ്റെ പേര് എന്താണെന്ന് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വേളി കഴിഞ്ഞ് ഏറെ വൈകി ഉണ്ടായ ഉണ്ണി മരിച്ച ദുഃഖത്തിൽ മനം നൊന്ത പൂന്താനം ഇല്ലം വിട്ടിറങ്ങി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭയം തേടി. പൂർണ്ണ മനസ്സോടെ സർവ്വതും ഭഗവാൻ അർപ്പിച്ച് അവിടെ കഴിഞ്ഞു വന്ന സമയത്ത് ആ നിഷ്കാമ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ ഒരു സ്വപ്നത്തിലൂടെ പൂന്താനത്തിനോട് ഇങ്ങനെ അരുളി: ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഗുരുവായൂരിൽ എന്നും ഭാഗവത കഥാമൃതം കേട്ട പൂന്താനത്തിന് ജീവിതതത്വം എന്താണെന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഈ വരികളിലൂടെ. ജീവിതത്തിലെ ദുരന്തമുഖത്ത് നിന്നപ്പോൾ കിട്ടിയ ഈ ഉൾക്കാഴ്ച മാനവരാശിക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് അദ്ദേഹം മനസ്സിലുറച്ചു. അങ്ങനെ തത്വങ്ങൾ കാവ്യങ്ങളായി രചിച്ചതാണ് ജ്ഞാനപ്പാന. ഉപനിഷത്തുകളും വേദങ്ങളും മാറ്റിക്കുറുക്കിയ തത്വമാണ് ജ്ഞാനപ്പാനയിലുള്ളത്. മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്ന് തന്നെ പറയാം. ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭക്തനായ പൂന്താനത്തിന് പ്രായാധിക്യത്താൽ വയ്യായികൾ ഉണ്ടായപ്പോൾ ഭഗവാൻ പൂന്താനത്തിനോട് ഇല്ലത്തേക്ക് മടങ്ങിക്കൊള്ളാനും ഭഗവാൻ അവിടെ വന്ന് പൂന്താനത്തിനെ കണ്ടുകൊള്ളാമെന്നും പറഞ്ഞു. അതനുസരിച്ച് പൂന്താനം തിരിച്ച് ഇല്ലത്തെത്തി. ദിവസവും എതിരേറ്റ് പൂജ കഴിയുമ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ വന്ന് പൂന്താനത്തിനൊപ്പം കുസൃതികൾ കാട്ടി കളിക്കുമായിരുന്നു കണ്ണൻ. കർമ്മഫലം എന്ന ജീവിതചക്രത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ സ്വർഗവാതിൽ ഏകാദശി നാൾ ഭഗവാൻ വന്ന് പൂന്താനത്തിനെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സ്വർഗവാതിൽ ഏകാദശി നാൾ എതിരേറ്റ് പൂജ കഴിഞ്ഞപ്പോൾ ഗരുഡൻ്റെ ചിറകടി ശബ്ദം കേട്ട പൂന്താനം പുറത്തേക്ക് ഓടിയതായിട്ട് കണ്ടവരുണ്ട്. അതിനുശേഷം പൂന്താനത്തിനെ ആരും കണ്ടിട്ടില്ല. പൂന്താനം ഭഗവാന്റെ കൂടെ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നാണ് വിശ്വാസം. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം ഇപ്പോഴും പൂന്താനം ഇല്ലത്തുണ്ട്. അത് നമുക്ക് പോയാലും നേരിട്ട് കാണാം. ഭഗവാൻ നേരിട്ട് വന്ന ആ പുണ്യമണ്ണിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ അത് സുഹൃതം തന്നെയാണ്. ഒരിക്കലെങ്കിലും അവിടെ പോകണം. പൂന്താനത്തിൻ്റെ ഇല്ലം ഇന്നും വളരെ നല്ല രീതിയിൽ ഗുരുവായൂർ ദേവസ്വം സംരക്ഷിച്ചു വരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഒരിക്കലെങ്കിലും നിങ്ങൾ ആ മണ്ണിലെത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.